ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി നബാർഡിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നബാർഡിന്റെ റിപ്പോർട്ട് നാളെ ജില്ലാ സഹകരണ ബാങ്കുകൾ സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ ഇതിന് കടകവിരുദ്ധമാണ് നബാർഡിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ സഹകരണ ബാങ്കുകൾ ഈ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നബാർഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ KYC മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, HDFC, കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങി 13 ബാങ്കുകൾക്ക് നേരത്തെ റിസർവ് ബാങ്ക് പിഴ ചുമത്തിയിരുന്നു. ഈ ബാങ്കുകൾക്ക് ഇടപാടുകൾ നടത്താൻ അനുമതി നൽകുകയും KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നതിലെ അനൗചിത്യം ജില്ലാ സഹകരണ ബാങ്കുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടും. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബാങ്കുകൾക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ഹാജരാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദി സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധി ഉടൻ തീരില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ട്രഷറികളുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാവാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മോഡി സൃഷ്ടിച്ച പ്രതിസന്ധി അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതിന് 6-7 മാസം പിടിക്കുന്നു സാധാരണ നില വരാനായിട്ട്. എന്തൊരു ഭ്രാന്താണ് ഈ ചെയ്തിരിക്കുന്നത്. എലിയെ കൊല്ലാൻ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. മറികടക്കാനൊന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവത്തില്ല. ഈ നോട്ടച്ചടിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നോക്കാം. അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്. പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നോട്ട് നിരോധനം മൂലം ശമ്പള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നവംബർ 9 തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. വീട് വെകുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ആ ചൊല്ലിനെ അനർത്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇന്ത്യയിലെ 132 കോടി ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തോട് പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. ഒരു ഗൗരവത്തോടും കൂടി കേരളീയ സമൂഹം പ്രസ്താവനയെ കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊച്ചിയിലേക്ക് 55 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയതായി സംശയം. ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പേരിൽ പണം എത്തിയത് ബൾഗേറിയയിൽ നിന്ന്. കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്കാണ് കോടികൾ എത്തിയത്. പ്രാഥമിക പരിശോധനയിൽ കയറ്റുമതി രേഖകൾ വ്യാജമെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ജോസ് ജോർജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നാൽ എത്തിയത് കള്ളപ്പണമല്ലെന്നും ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ് പണം എത്തിയതെന്നും ജോസ് ജോർജ് പ്രതികരിച്ചു. ബൾഗേറിയയിലെ ഫഫ്താഡി എന്ന കമ്പനിയുടെ പേരിലാണ് കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 55 കോടി രൂപ എത്തിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ SBI അക്കൗണ്ടിലേക്കാണ് ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പേരിൽ പണം എത്തിയത്. 2 ആഴ്ച മുമ്പ് ഇതിൽ നിന്ന് 29.5 കോടിയോളം രൂപ ഇയാൾ ഭാര്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി. കയറ്റുമതിയാണെങ്കിൽ ഇടപാട് ജോസ് ജോർജും ബൾഗേറിയൻ കമ്പനിയും തമ്മിൽ നടത്തേണ്ടതിനു പകരം പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് ബാങ്ക് അധികൃതർക്ക് സംശയമുണ്ടാക്കി. എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ബാങ്ക് അധികൃതർ വിവരമറിയിച്ചു. തുടർന്ന് ബാങ്കിൽ രേഖകൾ ഹാജരാക്കാനും ഇയാൾ ഹാജരാക്കിയ രേഖകളിൽ പതിപ്പിച്ചിരിക്കുന്ന കസ്റ്റംസിന്റെ സീൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വ്യാജരേഖകൾ ചമച്ചതിന്റെ പേരിൽ ഹാർബർ പോലീസും ജോസ് ജോർജിനെതിരെ കേസെടുത്തു. പോലീസ്, എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് എന്നിവരുടെ സംയുക്ത അന്വേഷണത്തിൽ ഭക്ഷ്യ എണ്ണ കയറ്റുമതി എന്നത് വ്യാജമാണെന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റുമതിയുടെ പേരിലെത്തിയ 55 കോടി രൂപ കള്ളപ്പണമാണോ എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾക്ക്. ജോസ് ജോർജിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും കീഴിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ബൾഗേറിയയിൽ നിന്നെത്തിയത് കള്ളപ്പണമല്ലെന്നും ഭക്ഷ്യ എണ്ണ കയറ്റുമതിക്കായാണ് തുക എത്തിയതുമെന്നുമാണ് കൊച്ചിയിലെ ട്രേഡ് ഇന്റർനാഷണൽ ഉടമ കൂടിയായ ജോസ് ജോർജിന്റെ വാദം. അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെ ഇയാൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പൊതുപ്രവർത്തകൻ PK രാജുവിന്റെ പരാതിയിലാണ് നടപടി. പ്രധാനമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും എതിർകക്ഷികളാക്കിയാണ് പരാതി.
നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 8 ആഴ്ചയ്ക്കകം ഉചിതമായ നടപടികളെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം അയച്ച നോട്ടീസിൽ നിർദ്ദേശിക്കുന്നു. നോട്ട് നിരോധനം സാധാരണക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ PK രാജു നൽകിയ പരാതിയിലാണ് നടപടി. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ച വേദന വളരെ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. രാജ്യത്തെ പകുതിയിലേറെ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കെ നോട്ട് അസാധുവാക്കലും മറ്റ് നടപടികളും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വിശദീകരിച്ചായിരുന്നു പരാതി. കള്ളപ്പണത്തിന്റെ പേരിൽ സാധാരണക്കാർ സമ്പാദിച്ച പണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കുകളിലും ATMകളിലും ക്യൂ നിൽക്കുന്നതിനിടയിലും മറ്റും 47 പേർ മരിച്ചു. പണമില്ലാത്തതിനാൽ പലർക്കും ചികിത്സ നിഷേധിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, RBI ഗവർണർ ഊർജിത് പട്ടേൽ എന്നിവരാണ് പരാതിയിലെ എതിർകക്ഷികൾ. നോട്ട് അസാധുവാക്കൽ ജനങ്ങൾക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി. ഭീകരത വളർത്താൻ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും പാകിസ്ഥാന്റെ പേര് പറയാതെ ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സമ്മേളനത്തിന് എത്തിയ പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരരെ മുൻനിർത്തിയുള്ള പാക് ആക്രമണങ്ങളിലെ അതൃപ്തി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. നഗ്രോട്ട ഭീകരാക്രമണത്തിന് നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പായി അമൃത്സറിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിലും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള ധാരണയിലാണ് അംഗരാജ്യങ്ങൾ എത്തിയത്. 14 അംഗരാജ്യങ്ങളും പിന്തുണയ്ക്കുന്ന 17 രാഷ്ട്രങ്ങളും ഒന്നിച്ച് ഭീകരതയ്ക്കെതിരെ നിലനിൽക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സുപ്രധാന സമ്മേളനത്തിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാടിലെ അതൃപ്തി ഇന്ത്യ വ്യക്തമാക്കി. ഇതിന് മറ്റു രാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇന്ത്യ തേടി. അഫ്ഗാൻ മേഖലകളിലടക്കം ഏഷ്യൻ മേഖലകളിലെ ഭീകര വളർച്ചയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പാകിസ്ഥാന്റെ പേര് പ്രതിപാദിക്കാതെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസും സമ്മേളനത്തിന് മുമ്പായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സൈനിക താവളങ്ങളിലെ തുടരാക്രമണങ്ങളും ഇതിന് പിന്തുണ നൽകുന്ന പാക് നിലപാടിലെ അതൃപ്തിയും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചതായാണ് വിവരം. ഭീകരതയ്ക്കെതിരെയാണ് പോരാട്ടം തുടരേണ്ടതെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോണിലൂടെ ആവശ്യപ്പെട്ടു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കുളത്തൂരിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ കളക്ടറുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധികൃതരുടെ സ്ഥിരീകരണം. ശബരിഭദ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപം ദേവസ്വം ബോർഡ് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് കളക്ടറുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്ന് ബോർഡ് അധികൃതരുടെ മറുപടി പീപ്പിളിന് ലഭിച്ചു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതാണിത്. ചില കോൺഗ്രസ് നേതാക്കളുടെ താൽപര്യവും വൈക്കത്തെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെയും തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര പ്രാധാന്യത്തോടെ 1.82 കോടിയിലേറെ രൂപ മുടക്കി ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ ഉപയോഗശൂന്യമായ സ്ഥലം വാങ്ങിയത്. UDF സർക്കാരിലെ ഒരു മുൻ മന്ത്രിക്കും ഇതുമായി ബന്ധമുള്ളതായും ആക്ഷേപമുയർന്നു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായും പുറത്തു വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ബോർഡ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കളക്ടർ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നിരിക്കെ വാങ്ങുന്ന സ്ഥലത്തിന്റെ വിപണി വില നിർണ്ണയിക്കാൻ മല്ലപ്പള്ളി തഹസിൽദാർക്ക് കത്ത് നൽകിയതും അസിസ്റ്റന്റ് കമ്മീഷണറാണ്. തഹസിൽദാർ അറിയിച്ചതനുസരിച്ച് സെന്റിന് 75,000 രൂപ തോതിൽ വില നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ വീണ്ടും റിപ്പോർട്ട് നൽകി. വിൽപ്പനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറാണ് 1,12,00,000 രൂപയുടെ ചെക്ക് നൽകിയത്. സ്ഥലമെടുപ്പ് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രത്യേക താൽപര്യമെടുത്തതായി ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. കോളേജിന് സൗജന്യമായി ലഭിച്ച സ്ഥലം സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നു. നേരത്തെ 1 ഏക്കർ 67 സെന്റിൽ വീടും പുരയിടവും അടങ്ങുന്ന 25 സെന്റ് ഒഴിവാക്കി ബാക്കി സ്ഥലം ഒരു കുടുംബം സൗജന്യമായി നൽകുമെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതനുസരിച്ച് കോളേജിന് 1.42 ഏക്കർ സ്ഥലം ലഭിക്കണം. എന്നാൽ ബോർഡ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് 1.10 ഏക്കർ സ്ഥലമാണ് ലഭിച്ചത്. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നത് ദേവസ്വം വിജിലൻസ് ഗൗരവമായാണ് കാണുന്നതും അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമെന്നും സൂചനയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാതിരിക്കുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കോടികൾ ചെലവഴിച്ച് കോളേജിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലുള്ള അഴിമതി എന്തായാലും തുറന്നു കാട്ടുക തന്നെ വേണം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനം വകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. DIG സ്പർജൻ കുമാർ IPS ആണ് സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത്.
ഡിസംബർ 6 പശ്ചാത്തലത്തിലും ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിനാലും സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. 2500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി നിയമിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സന്നിധാനം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. DIG G സ്പർജൻ കുമാറാണ് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബാക്കി പമ്പായാലും സന്നിധായാലും എക്സ്പ്രസ് മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷിത ശക്തമായ സെക്യൂരിറ്റി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫോറസ്റ്റ്, ബോംബ് സ്ക്വാഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 ടീമായി വനത്തിനകത്തും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 360 കിലോ സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം ശബരിമല ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിലുമടക്കം പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. സംസ്ഥാന കായികോത്സവത്തിൽ കിരീടത്തിനായി എറണാകുളവും പാലക്കാടും കുതിപ്പ് തുടരുകയാണ്. രാവിലെ നടന്ന ജൂനിയർ ആൺകുട്ടികളുടെ 5 മീറ്റർ നടത്തത്തിൽ പാലക്കാട് കല്ലടി സ്കൂളിലെ അശ്വിൻ ശങ്കർ സ്വർണം നേടി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇതുവരെയുള്ള ഒരു പോയിന്റ് നിലയൊക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഏറ്റവും ജനപ്രിയ ഇനങ്ങൾ 100 മീറ്റർ അടക്കമുള്ള ജനപ്രിയ ഇനം ഇനി വരാനിരിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. സോമി, രണ്ടാം ദിവസം കായികോത്സവത്തിൻ്റെ രണ്ടാം ദിവസം 21 ഫൈനലുകളാണ് ആകെയുള്ളത്. അതിൽ 10 ഫൈനലുകൾ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ ആകെ 28 ഫൈനലുകൾ 2 ദിവസങ്ങളിലായി പൂർത്തിയാകുമ്പോൾ എറണാകുളം ജില്ല കൃത്യമായ മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ല ഇപ്പോൾ 74 പോയിന്റുകളുമായി മുന്നിലാണ്. നിലവിൽ 8 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമാണ് എറണാകുളത്തിൻ്റെ സംഭരത്തിലുള്ളത്. അതേസമയം തൊട്ടു പിന്നിലായി പാലക്കാട് ജില്ലയാണുള്ളത്. 6 സ്വർണവും 5 വെള്ളിയും 7 വെങ്കലവും അടക്കം 52 പോയിന്റുമായി പാലക്കാട് ജില്ലയാണ് തൊട്ടു പിന്നിലുള്ളത്. 3-ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയും 4-ാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയുമാണുള്ളത്. വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് എറണാകുളവും പാലക്കാടും തമ്മിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും അതിശക്തമാണ്. മാർബേസിൽ കോതമംഗലം 33 പോയിന്റുമായി വ്യക്തമായ മേധാവിത്വത്തോടു കൂടി 33 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുകയാണ്. തൊട്ടു പിന്നിൽ നിൽക്കുന്നത് കല്ലടി കുമരംപുത്തൂർ സ്കൂളാണ്. കഴിഞ്ഞ ദിവസം ഉഷാ സ്കൂളിൻ്റെ കുട്ടികളുടെ മികവിലൂടെ മുന്നോട്ട് കുറിച്ചുകൊണ്ട് പൂവമ്പായി സ്കൂൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 16 പോയിന്റുമായി പൂവമ്പായി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്നിനി അവശേഷിക്കുന്നത് 11 ഫൈനലുകളാണ്. ഈ രാവിലെ കഴിഞ്ഞ മത്സരങ്ങൾക്കിടയിൽ 4 റെക്കോർഡുകൾ കൂടി ഇന്ന് ഈ ട്രാക്കിലും ഫീൽഡിലുമായി പിറന്നു. ഇന്ന് രാവിലെ ജൂനിയർ ഡിസ്കസ് ത്രോയിൽ അമൽ പി രാഘവ്, മാർബേസിൽ സ്കൂളിലെ അമൽ പി രാഘവ് റെക്കോർഡ് ഭരിച്ചു. ഗേൾസ് സീനിയർ 5000 മീറ്ററിൽ മാർബേസിലിന്റെ അനുമോൾ തമ്പി റെക്കോർഡ് ഭരിച്ചു. PU ചിത്ര സ്ഥാപിച്ച റെക്കോർഡാണ് അനുമോൾ തമ്പി ഭരിച്ചത്. ആൺകുട്ടികളുടെ 5 കിലോമീറ്റർ നടത്തത്തിൽ ഇന്ന് രാവിലെ ആദ്യമായി നടന്ന 5 കിലോമീറ്റർ നടത്തത്തിൽ കല്ലടി കുമരംപുത്തൂർ സ്കൂളിലെ അശ്വിൻ ശങ്കർ റെക്കോർഡ് ഭരിച്ചു. അതോടൊപ്പം തന്നെ ഗേൾസ് ജൂനിയർ ഡിസ്കസ് ത്രോയിൽ നാട്ടിക ഫിഷറി സ്കൂളിലെ അതുല്യ PA റെക്കോർഡ് ഭരിച്ചു. ഈ 2 ദിവസങ്ങളിലായി 8 റെക്കോർഡുകളാണ് ഈ മീറ്റിൽ പിറന്നത്. ഇനി വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ഈ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലെ കാണികൾ നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മത്സരം, ഈ കായികോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായ 100 മീറ്റർ അല്പസമയങ്ങൾക്കകം ഈ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 100 കണക്കിന് ആളുകൾ ഈ മത്സരം വീക്ഷിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. 3 വിഭാഗങ്ങളിലായി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ മത്സരം നടക്കും. 3:30 മത്സരം ആരംഭിക്കും. പ്രവചനാതീതമായ ഒരു മത്സരം തന്നെയായിരിക്കും 100 മീറ്ററിൽ നടക്കുന്നത്. 100 മീറ്റർ മത്സരത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ മനു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനു, എങ്ങനെയായിരിക്കും ഈ 100 മീറ്റർ മത്സരത്തിന്റെ വിവരങ്ങൾ? ആരൊക്കെയാണ് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്? തീർച്ചയായിട്ടും സിജു, ആദ്യമായിട്ട് 100 മീറ്റർ മത്സരത്തിന്റെ സ്റ്റാർട്ട് ലിസ്റ്റ് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അതായത് സബ് ജൂനിയർ ഗേൾസിന്റെ മത്സരമായിരിക്കും ആദ്യം നടക്കുക. ഈ സബ് ജൂനിയർ ഗേൾസ് ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത് എൽഗ തോമസിലാണ്. ഇന്നലെ നമുക്കറിയാം 400 മീറ്റർ സ്വർണ്ണം നേടിയ കുട്ടിയാണ് എൽഗ തോമസ്. മാത്രമല്ല കോഴിക്കോട് തന്നെ ജസ്ന ഷാജിയുണ്ട്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെയാണ്. ഒപ്പം ഗൗരി ശ്യാം എന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടിയും പാലക്കാടിന്റെ നന്ദന കേസും പ്രതീക്ഷ വയ്ക്കുന്ന താരങ്ങളാണ്. ഇനി ഈ സബ് ജൂനിയർ ഗേൾസിന്റെ ട്രാക്ക് അലോട്ട്മെന്റ് ഇങ്ങനെയാണ്. 1ാമത്തെ ട്രാക്കിൽ ജസ്ന ഷാജി മത്സരിക്കും. 2ാം ട്രാക്കിൽ ശിവകാമി ഷാജി എറണാകുളത്ത് നിന്ന്. 3ാം
ട്രാക്കിൽ ഗൗരി ശ്യാം, നാലാമത്തെ ട്രാക്കിലാണ് എൽഗ തോമസ് മത്സരിക്കുന്നത്, അഞ്ചാമത്തെ ട്രാക്കിൽ നന്ദന KS, ആറാമത്തെ ട്രാക്കിൽ നീതു കൃഷ്ണ, ഏഴാം ട്രാക്കിൽ അൽന ഷാജു, എട്ടാം ട്രാക്കിൽ നയന ജോസ് എന്നിവരാണ്. സബ് ജൂനിയർ ഗേൾസിൻ്റെ 100 മീറ്ററിൻ്റെ ഫൈനൽ ലിസ്റ്റ് ട്രാക്ക് അലോട്ട്മെന്റ് ഇങ്ങനെയാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടുത്ത മത്സരമായി നടക്കുക സബ് ജൂനിയർ ബോയ്സിൻ്റെ ട്രാക്ക് ലിസ്റ്റാണ്. ഇതിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഇതിലൊരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹൈ പ്രൊഫൈൽ താരങ്ങൾ ഇത്തവണ ഈ സബ് ജൂനിയർ ലിസ്റ്റിലൊന്നും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്കിൽ പോലും എറണാകുളത്തിൻ്റെ അഭിനവ് PK അടക്കമുള്ള ചില താരങ്ങളുണ്ട്. അപ്പം ശ്രീരാഗ് T എന്നൊരു കുട്ടിയുണ്ട് മലപ്പുറത്തിൻ്റെ. അവരിലൊക്കെ നേരിയ തോതിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. പക്ഷേ എങ്കിൽ പോലും 100 മീറ്ററാണ്, ഒരു സെക്കൻഡിൻ്റെ 10 അംശം കൊണ്ട് എല്ലാ കാര്യങ്ങളും മറിയാമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഹൈ പ്രൊഫൈൽ താരങ്ങളില്ലാത്തത് കൊണ്ട് ഒരു ക്ലാരിറ്റി ആ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ അതിൻ്റെ ട്രാക്ക് അലോട്ട്മെൻറ്റ് നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ട്രാക്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള അതുൽ കൃഷ്ണ, രണ്ടാമത്തെ ട്രാക്കിൽ കൊല്ലത്ത് നിന്നുള്ള ആബിദ് സഫർ, മൂന്നാമത്തെ ട്രാക്കിൽ മുഹമ്മദ് നിയാസ്, നാലാമത്തെ ട്രാക്കിൽ നീരജ് BA കൊല്ലം, അഞ്ചാമത്തെ ട്രാക്കിൽ മലപ്പുറത്തിൻ്റെ ശ്രീരാഗ്, ആറാമത്തെ ട്രാക്കിൽ എറണാകുളത്തിൻ്റെ തഞ്ചം അലർട്ടൻ സിംഗ്, ഏഴാമത്തെ ട്രാക്കിൽ അഭിനവ് PK എറണാകുളമാണ്, എട്ടാമത്തെ ട്രാക്കിൽ ബാബുരാജ് K. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് എറണാകുളത്തിൻ്റെ ഒരു ശക്തി തെളിയിക്കാനുള്ള മത്സരങ്ങൾ കൂടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ സ്റ്റാർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന 1, 2, 3, 4 താരങ്ങൾ എറണാകുളത്തിൻ്റെതായിട്ട് സബ് ജൂനിയർ ബോയ്സിൽ മത്സരിക്കുന്നു. സ്വാഭാവികം എറണാകുളത്തിൻ്റെ ഒരു കുത്തക തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഷോർട്ട് സ്പ്രിന്റിൽ നമുക്ക് കാണാൻ, ഈ സ്പ്രിന്റ് ഇനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ സബ് ജൂനിയർ മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നടക്കുന്നത് ജൂനിയർ ഗേൾസിൻ്റെ മത്സരമാണ്. ഈ ജൂനിയർ ഗേൾസിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് സൂര്യമോൾ T ആണ്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ. ആ കുട്ടിയിൽ ഇന്നലെ 400 മീറ്ററിൽ നമ്മൾ കണ്ടതാണ് മികച്ച പ്രകടനത്തോടെ 1ാം സ്ഥാനത്തെത്തിയത്. ഒപ്പം തന്നെ അപർണ റോയി ഉണ്ട് കോഴിക്കോടിൻ്റെ തന്നെ. ഇങ്ങനെ അഞ്ജലി പീഡി നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, മലപ്പുറത്തിൻ്റെ അഞ്ജലി പീഡി മികച്ച ഒരു അത്ലറ്റാണ്. അഞ്ജലി പീഡിയിലും വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നു. ട്രാക്ക് അലോട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 1ാമത്തെ ട്രാക്കിൽ ഇടുക്കിയുടെ അപർണ K. നായർ, 2ാമത്തെ ട്രാക്കിൽ ആൻഡ്രോസ് ടോമി കോട്ടയം, 3ാമത്തെ ട്രാക്കിൽ സൂര്യമോൾ പ്രതീക്ഷയുള്ള താരമാണ്, 4ാമത്തെ ട്രാക്കിൽ അപർണ റോയ്, 5ാമത്തെ ട്രാക്കിൽ അഞ്ജലി പീഡി വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന താരം കൂടിയാണ്, 6ാമത്തെ ട്രാക്കിൽ സോഫിയ സണ്ണി, ഒപ്പം അഞ്ജു ജോസഫ് കണ്ണൂർ 7ാമത്തെ ട്രാക്കിൽ, 8ാം ട്രാക്കിൽ ആൻസി സോജൻ മത്സരിക്കും. ജൂനിയർ ഗേൾസിൻ്റെ ട്രാക്ക് ലിസ്റ്റാണ് നമ്മൾ ഇത് കണ്ടത്. ദ്യുതി ചന്ദിൻ്റെ പേരിലാണ് റെക്കോർഡ് കിടക്കുന്നത്, 11.85. സ്ട്രേറ്റ് റെക്കോർഡ് ഷേർലി മാത്യു 1988, 28 വർഷത്തെ പഴക്കമുണ്ട് റെക്കോർഡ്. ഒരു പക്ഷേ തകർക്കപ്പെടുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. 12.10 സെക്കൻഡാണ് സ്റ്റേറ്റ് റെക്കോർഡ് കിടക്കുന്നത്. ഇനി ജൂനിയർ ഗേൾസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ ബോയ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരാം. ജൂനിയർ ബോയ്സിലും മികച്ച ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള അത്തരത്തിലൊരു താരങ്ങളില്ല. എങ്കിൽ പോലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന കുറച്ച് താരങ്ങൾ, അഭിനന്ദുണ്ട്, അഖിലുണ്ട്, അങ്ങനെ പ്രണവുണ്ട്, അങ്ങനെ കുറച്ച് താരങ്ങളുണ്ട്. ഒപ്പം അശ്വിൻ തമ്പിയുണ്ട്, അങ്ങനെ കുറച്ച് താരങ്ങളുണ്ട്. ഇതിൻ്റെ ട്രാക്ക് അലോട്ട്മെൻറ്റ് ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ കോട്ടയത്തിൻ്റെ ജെബിൻ ബാബു, 2ാമത്തെ ട്രാക്കിൽ ആകാശ് M. വർഗീസ് കോട്ടയം തന്നെയാണ്, 3ാമത്തെ ട്രാക്കിൽ അഭിനവ് C. തിരുവനന്തപുരം, 4ാമത്തെ ട്രാക്കിൽ കാസർഗോഡ് എന്നുള്ള താരമാണ് അഭിനന്ദ് BA, 5ാമത്തെ ട്രാക്കിൽ പാലക്കാടിൻ്റെ അഖിൽ PS, 6ാം ട്രാക്കിൽ അഭിഷേക് VH തൃശ്ശൂർ, 7ാമത്തെ ട്രാക്കിൽ എറണാകുളത്തിൻ്റെ പ്രണവ് S, 8ാമത്തെ ട്രാക്കിൽ അശ്വിൻ തമ്പി കൊല്ലം. ഇതാണ് ജൂനിയർ ബോയ്സിൻ്റെ. ഇതിൽ സ്റ്റേറ്റ് റെക്കോർഡ് രാംകുമാറിൻ്റെ പേരിലാണ്, അതും 28 വർഷം പഴക്കമുണ്ട്, 1988 സ്ഥാപിച്ചതാണ്, 10.90. നാഷണൽ റെക്കോർഡ് രാംകുമാർ എന്നൊരു താരത്തിൻ്റെ പേരിലാണ്, 90 സ്ഥാപിച്ചതാണ്, അത് 10.80. ഇവിടെ റെക്കോർഡ് മറികടക്കപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഏതായാലും മികച്ചൊരു ട്രാക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്പ്രിന്റ് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. മനു ഏറ്റവും കൂടുതൽ ഈ മത്സരങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുക സീനിയർ വിഭാഗങ്ങളുടെ മത്സരങ്ങളായിരിക്കും. സീനിയർ വിഭാഗങ്ങളുടെ ഒരു മത്സരത്തിൽ ഏതൊക്കെ താരങ്ങൾ പങ്കെടുക്കും? തീർച്ചയായിട്ടും അതിലോട്ട് തന്നെയാണ് സിജു നമ്മൾ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്. സീനിയർ വിഭാഗത്തിലോട്ട് തന്നെയാണ് ഒരു പക്ഷേ എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സീനിയർ വിഭാഗത്തിലെ പോരാട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അധികം നേരെ നമ്മൾ പറഞ്ഞതുപോലെ അത്ര ഒരു 100 മീറ്ററിൽ വലിയ പേരുകൾ കേൾപ്പിച്ച താരങ്ങളൊന്നും ഈ സീനിയർ ലിസ്റ്റിൽ പെൺകുട്ടികളിൽ കുറവാണ്. ആദ്യം പെൺകുട്ടികളുടെ മത്സരമായിരിക്കും നടക്കുക, അതിൽ കുറവാണ്. എങ്കിൽ പോലും അനില വേണു ഇന്നലെ 400 മീറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു കുട്ടിയുണ്ട്, പാലക്കാടിൻ്റെ അനില വേണുവുണ്ട്. ഒപ്പം അർച്ചന MB ഉണ്ട് പാലക്കാടിൻ്റെ, ശാലിനി VK ഉണ്ട് എറണാകുളത്തിൻ്റെ. ഇങ്ങനെ കുറച്ച് കുട്ടികളിലാണ് സീനിയേഴ്സിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കുക. പക്ഷേ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ആവേശം നിറഞ്ഞു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു സീനിയേഴ്സിൻ്റെ മത്സരം വരുമ്പോൾ തന്നെയായിരിക്കും. ഏതായാലും ഇനി നമുക്ക് അതായത് ഇനി ഏറ്റവും നമ്മൾ നോക്കേണ്ടത് സീനിയർ ബോയ്സിൻ്റെ മത്സരമായിരിക്കും.
സീനിയർ ബോയ്സിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ വേഗരാജാവിനെ കാത്തിരിക്കുന്ന ആ ഒരു പോരാട്ടം. ഏതായാലും ഓംകാർ നാഥ് ഉണ്ട്, ഒപ്പം തന്നെ ശ്രീഹരിയുണ്ട്, മുഹമ്മദ് അജ്മലുണ്ട്, നിബിൻ ബൈജു ഉണ്ട്, ലിബിൻ സച്ചിൻ, അങ്ങനെ ഒരുപിടി മികച്ച താരങ്ങളുണ്ട്. ഇതിൻ്റെ ദേശീയ റെക്കോർഡ് കിടക്കുന്നത് 10.70 രാം നായിക്ക് 2002 സ്ഥാപിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ സമീപകാലത്ത് സ്ഥാപിച്ച ഒരു സ്റ്റേറ്റ് റെക്കോർഡ് ഈ സീനിയേഴ്സിലുണ്ട് എന്ന് പറയുന്നതാണ്. കാരണം 2011 സ്ഥാപിച്ച 10.70 എന്നുള്ള സീനിയർ റെക്കോർഡ് കിടപ്പുണ്ട്. ഒരുപക്ഷെ അത് മറികടക്കാൻ കഴിയുമോ എന്നായിരിക്കും ഉറ്റുനോക്കുക. അതുകൊണ്ട് ട്രാക്ക് അലോട്ട്മെന്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം. ഒന്നാമത്തെ ട്രാക്കിലാണ് എറണാകുളത്തിൻ്റെ ഓംകാർനാഥ്. ഒരുപക്ഷെ വേഗരാജാവാകാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഓംകാർനാഥ്. ഓംകാർനാഥിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നു. ഒപ്പം രണ്ടാമത്തെ ട്രാക്കിൽ പാലക്കാടിൻ്റെ ശ്രീഹരി KS ഉണ്ട്, മലപ്പുറത്തിൻ്റെ ഹർഷാദ് ഉണ്ട്. ഒപ്പം നാലാമത്തെ ട്രാക്കിലേക്ക് വരുമ്പോൾ മുഹമ്മദ് അജ്മൽ പാലക്കാട്, അഞ്ചാമത്തെ ട്രാക്കിൽ അലൻ ഗേജെ, ഒപ്പം ആറാമത്തെ ട്രാക്കിൽ എറണാകുളം നിബിൻ ബൈജു, ഏഴാമത്തെ ട്രാക്കിൽ ലിബിൻ ഷിബു തൃശൂർ, എട്ടാമത്തെ ട്രാക്കിൽ സച്ചിൻ ബിനു. ഇതൊരു പാലക്കാടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഒരു അഭിമാന പോരാട്ടമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ ഈ പോയിന്റ് നിലയിലൊക്കെ കൂടുതൽ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ പുതിയ ഒരുപക്ഷെ ഇപ്പോൾ ബാക്കിൽ നിൽക്കുന്ന കോഴിക്കോടൊക്കെ മുന്നോട്ട് കയറി വരാനുള്ള ഒരു സാധ്യത, തൃശ്ശൂരിൻ്റെയൊക്കെ ഒരു കടന്നുവരവിനുള്ള സാധ്യത, തിരുവനന്തപുരത്തിൻ്റെയൊക്കെ ഒരു കടന്നുവരവിനുള്ള സാധ്യത ഈ ട്രാക്ക് ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സിജു, മനു, കഴിഞ്ഞ തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലാണ് കായികമേള നടന്നത്. ആ സമയത്ത് ഒരു പുതിയ ട്രാക്കിൻ്റെ ഒരു ഗുണം താരങ്ങൾക്ക് ലഭിച്ചിരുന്നു. നിരവധി റെക്കോർഡുകൾ പിറന്ന ഒരു കായികമേളയായിരുന്നു കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ സമാനമായ രീതിയിലാണ് ഈ CH മുഹമ്മദ് സ്റ്റേഡിയം ഇപ്പോൾ ഈ അടുത്തിടെ വന്ന സിന്തറ്റിക് ട്രാക്കാണ്. ആ പുതിയ ട്രാക്കിൻ്റെ ആനുകൂല്യം താരങ്ങൾക്ക് ലഭിക്കുമോ? ഈ 100 മീറ്ററിലടക്കം പുതിയ റെക്കോർഡുകൾ ഭേദിക്കാൻ സാധ്യതയുണ്ടോ? അത് കായിക താരങ്ങളും മറ്റുള്ളവരും എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും സിജു, ഒരു പുതിയ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്തറ്റിക് ട്രാക്കിൻ്റെ ഒരു ബൗൺസ് ഒരു ആദ്യത്തെ ഒരു 2 വർഷത്തേക്കായിരിക്കും കൃത്യമായ രീതിയിൽ ആ സ്പൈക്സിൽ ആ ബൗൺസ് ഉണ്ടാവുക. അപ്പോൾ ആ ബൗൺസ് കിട്ടുകയാണെങ്കിൽ മികച്ച പ്രകടനത്തോടെ അവർക്ക് കുതിച്ച് പായാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിലേക്ക് ഉണ്ടാവും. ഇന്നലെ PT ഉഷ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മികച്ച ട്രാക്കാണ്, ഇത്തരത്തിൽ താരങ്ങൾക്ക് ഒരു നല്ല ഗ്രിപ്പും ബൗൺസും കിട്ടുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പരമാവധി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ വെക്കാൻ കഴിയുമെന്ന് തന്നെ ഇന്നലെ PT ഉഷ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇതുവരെ പിറന്ന റെക്കോർഡുകളുടെ എണ്ണം വെച്ചാൽ തന്നെ അത് മനസ്സിലാക്കാം. കാരണം 8 റെക്കോർഡുകൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം പകുതി കഴിയുമ്പോഴേക്കും തീരാറാകുമ്പോഴേക്കും പിറന്നിരിക്കുന്നു. 8 റെക്കോർഡ് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു, ഇനി 2 ദിവസം ബാക്കി നിൽക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ട്രാക്കിൻ്റെ ഒരു ഗുണനിലവാരത്തെ സംബന്ധിച്ച്. അത്തരത്തിൽ ട്രാക്കിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ച ബെസ്റ്റ് ട്രാക്കാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല സിന്തറ്റിക് കൊണ്ടുള്ള നല്ല ബൗൺസ് ഉള്ള ട്രാക്ക്, അതുകൊണ്ട് തന്നെ ആ സ്പൈക്സിൽ അവർക്ക് കൃത്യമായ രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഉറച്ച് കുതിച്ചു പായാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ ഒരു മികച്ച രീതിയിലുള്ള ഒരു വേഗത്തിന് അവരെ സഹായിച്ചേക്കാം. സിജു, നമുക്ക് തോന്നുന്നു വളരെ വേഗത്തിലെത്താം. ഇപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ മുഴങ്ങിക്കഴിഞ്ഞു. ആ വേഗ രാജാവിനെയും റാണിയെയും കാണാനുള്ള പോരാട്ടത്തിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് തിരികെ വരാമെന്ന് തോന്നുന്നു. ഏതായാലും 100 മീറ്റർ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. നൂറുകണക്കിന് കായിക പ്രേമികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കായിക താരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഈ മത്സരങ്ങൾ നേരിട്ട് വീക്ഷിക്കുന്നതിനും എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ അല്പസമയങ്ങൾക്കകം പീപ്പിൾ TVയിൽ പ്രേക്ഷകർക്കായി നൽകും. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പിന്നീട് പോവാം. തീർച്ചയായും വീട്ടിലെ വേഗമേറിയ രാജാവിനെയും റാണിയെയും അല്പസമയത്തിനകം തന്നെ തിരിച്ചറിയാൻ കഴിയും. വീട്ടിലെ രാജാവിനെയും വേഗറാണിയെയും അറിയാനുള്ള മത്സരം 100 മീറ്റർ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വീട്ടിലെ ഏറ്റവും ജനപ്രിയ ഇനങ്ങളിൽ ഒന്നാണ് ഇന്ന് 100 മീറ്റർ. ഏതായാലും വേഗ രാജാവിനെയും റാണിയും അല്പസമയത്തിനകം തന്നെ തിരിച്ചറിയാൻ ആകും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലാണ് 100 മീറ്റർ മത്സരങ്ങൾ പുരോഗമിക്കുക. ഇപ്പോൾ തേഞ്ഞിപ്പലത്ത് നിന്നും സിജു കണ്ണൻ ചേരുന്നു. സിജു, താരങ്ങൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ആണെന്ന് തോന്നുന്നു ആദ്യ മത്സരം നടക്കുക. താരങ്ങൾ ട്രാക്കിൽ അണിനിരന്നു കഴിഞ്ഞു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സിജു?
മീറ്റിലെ ഏറ്റവും ജനപ്രിയ ഇനമായ 100 മീറ്റർ മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. താരങ്ങൾ ട്രാക്കിൽ അണിനിരന്നു കഴിഞ്ഞു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുക. ആദ്യം സബ് ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളാണ് നടക്കുക. set in 1987 of 12.70 seconds. Over to you, sister. Then the start of 100 meter sub-junior girls. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മീറ്റിലെ ഏറ്റവും ഗ്ലാമർ സബ് ജൂനിയർ വിഭാഗത്തിൽ എൽഗ തോമസ് ആണ് ഒന്നാമതായി എത്തിയിരിക്കുന്നത്. 400 മീറ്ററിലടക്കം സ്വർണം നേടിയ വ്യക്തിയാണ് എൽഗ തോമസ്. സബ് ജൂനിയർ വിഭാഗം 100 മീറ്ററിൽ എൽഗ തോമസ് വിജയിച്ചിരിക്കുന്നു. Then the camera on the back. Hello. സിജു കണ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. സിജു, സബ് ജൂനിയർ വിഭാഗത്തിൽ എൽഗ തോമസ് ആണ് വിജയിച്ചിരിക്കുന്നത്. 400 മീറ്ററിലടക്കം സ്വർണം നേടിയ വ്യക്തി കൂടിയാണ് എൽഗ തോമസ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
സോമി, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോഴിക്കോടിലെ ഉഷ സ്കൂളിലെ എൽഗ തോമസ് ആണ് സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഈ മത്സരത്തിന്റെ ഫലവുമായി ഇപ്പോൾ മനു ചേരുന്നുണ്ട്. സിജു, എൽഗ തോമസ് ആണ് ഇപ്പോൾ ഈ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഇന്നലെ 400 മീറ്ററിലും ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടിയാണ് എൽഗ തോമസ്. മികച്ചൊരു പ്രകടനത്തോടെ തന്നെയാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ വേഗത്തിൻ്റെ റാണിയായി എൽഗ തോമസ് എത്തിയിരിക്കുന്നത്. ഏതായാലും അതവിടെ ഡബിൾ തികച്ചിരിക്കുകയാണ്. ഇന്നലത്തെ 400-ലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ 100-ലും എൽഗ തോമസ് എത്തിയിരിക്കുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൻ്റെ വേഗ റാണി എൽഗ തോമസ്. ഏതായാലും വളരെയധികം ആവേശം നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത്. സിജു, അല്പസമയത്തിനകം തന്നെ ഞാൻ തിരികെ ചേരാം. കൂടുതൽ വിശദാംശങ്ങൾ സോമി, അല്പസമയങ്ങൾക്കകം ഇനി നടക്കാൻ പോകുന്നത് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ 100 മീറ്റർ മത്സരമാണ് നടക്കാൻ പോകുന്നത്. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ വേഗരാജാവ് ആരാണെന്ന് കണ്ടെത്താനുള്ള മത്സരം അല്പസമയങ്ങൾക്കകം നടക്കും. ഏതായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മത്സരം സബ് ജൂനിയർ ഗേൾസിൻ്റെ മത്സരം വളരെ വാശിയേറിയ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു കണ്ടത്. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ ഒരു ലൈനപ്പ് വരുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ ട്രാക്കിൽ അതുൽ കൃഷ്ണ VS, തൃശ്ശൂരിൽ നിന്നുള്ള അതുൽ കൃഷ്ണ VS ഒന്നാമത്തെ ട്രാക്കിൽ ഇറങ്ങും. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആബിദ് സഫർ രണ്ടാമത്തെ ട്രാക്കിലും, പാലക്കാട് നിന്നുള്ള മുഹമ്മദ് നിയാസ് സിയൻ മൂന്നാമത്തെ ട്രാക്കിലും ഇറങ്ങും. കൊല്ലത്ത് നിന്നുള്ള നീരജ് BA ആണ് 4ാമത്തെ ട്രാക്കിൽ ഇറങ്ങുന്നത്. മലപ്പുറത്ത് നിന്നുള്ള ശ്രീരാഗ് T 5ാമത്തെ ട്രാക്കിൽ ഇറങ്ങും. എറണാകുളത്ത് നിന്നുള്ള തങ്കം അലേർട്സൺ സിംഗ് 6ാമത്തെ ട്രാക്കിൽ ഇറങ്ങും. 7ാമത്തെ ട്രാക്കിൽ അഭിനവ് PK, എറണാകുളത്തിൻ്റെ അഭിനവ് PK ആണ് ഇറങ്ങുന്നത്. വയനാട് നിന്നുള്ള ബാബുരാജ് K 8ാമത്തെ ട്രാക്കിലാണ്. ഇങ്ങനെയാണ് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ ലൈൻ അലോട്ട്മെന്റ് വരുന്നത്. താരങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു. അല്പസമയങ്ങൾക്കകം തന്നെ മത്സരം ആരംഭിക്കും. ഏതായാലും വാശിയേറിയ ഒരു പോരാട്ടമാണ് 100 മീറ്റർ മത്സരത്തിൽ നടക്കുന്നത്. കായികോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഗ്ലാമർ ഇനം സ്പ്രിന്റ് ഇനങ്ങളാണ് ഇപ്പോൾ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലെ റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, അല്പസമയങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വ്യക്തമായ മേധാവിത്വത്തോടു കൂടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോഴിക്കോട് PT ഉഷ സ്കൂളിലെ എൽഗ തോമസ് ആണ്. ഇനി ഇപ്പോൾ സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ താരങ്ങൾ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ വേഗമേറിയ താരം ആരാണെന്ന് കണ്ടെത്താനുള്ള മത്സരം അല്പസമയങ്ങൾക്കകം നടക്കും. സോമി, തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികൾ എൽഗ തോമസ്, ഉഷ സ്കൂളിലെ എൽഗ തോമസ് ആണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. താരങ്ങൾ ട്രാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. ഒരു പക്ഷേ ഏതൊരു മീറ്റിലെയും ഏറ്റവും ഗ്ലാമർ ഇനം എന്ന നിലയിലാണ് 100 മീറ്ററിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും ഈ മത്സരത്തെ നോക്കി കാണുന്നതും. സിജു, ഒരു പക്ഷേ ഒരു ഹൈ പ്രൊഫൈൽ താരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ മത്സരത്തിൽ അണിനിരക്കുന്നില്ല. ഒരു പുതിയ താരോദയത്തെ തന്നെ ആയിരിക്കുമല്ലോ ഈ മത്സരത്തിൽ നോക്കി കാണേണ്ടത്. വളരെ മികച്ച താരങ്ങൾ എന്ന് പറയുന്ന താരങ്ങൾ ഈ സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സര രംഗത്തിറങ്ങുന്നില്ല. ഒരുപക്ഷെ സാധാരണ രീതിയിൽ ഈ 100 മീറ്റർ മത്സരങ്ങൾ പ്രവചനാതീതമാണ്. പല അട്ടിമറികളും നടക്കും. പുതിയ താരോദയങ്ങളുണ്ടാകും. പുതിയ സ്കൂളുകളോ അല്ലെങ്കിൽ പുതിയ ജില്ലയോ രംഗത്ത് വരും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ 8 താരങ്ങളിൽ ആരാകും വേഗരാജാവ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും എറണാകുളം ജില്ലയുടെ 2 താരങ്ങൾ നിലവിൽ മത്സരിക്കുന്നുണ്ട്. തങ്കം അലേർട്സൺ സിംഗ് എറണാകുളത്ത് നിന്നും, അഭിനവ് PK എറണാകുളം, നീരജ് BA കൊല്ലം, മുഹമ്മദ് നിയാസ് CN, ആബിദ് സഫർ കൊല്ലം, അതുൽ കൃഷ്ണ തൃശ്ശൂർ, ശ്രീരാഗ് T മലപ്പുറം. ശ്രീരാഗ് ഇതിൽ ഒരു പ്രതീക്ഷയുള്ള താരമാണെന്ന് പറയാം. ഏതായാലും താരങ്ങൾ ഇപ്പോൾ ട്രാക്കിൽ അണിനിരഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ കായികോത്സവത്തിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളിലൊന്നാണ് 100 മീറ്റർ മത്സരങ്ങൾ. ആ 100 മീറ്റർ മത്സരം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ 2ാം ദിനത്തിൽ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലേക്ക് 100 കണക്കിന് ആളുകളാണ് എത്തിയിരിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതായാലും സബ് ജൂനിയർ വിഭാഗത്തിലെ ഒരു പ്രതീക്ഷകളെക്കുറിച്ച് ഒരു വിശകലനം നൽകുന്നതിന് വേണ്ടി മനു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനു, സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലെ മത്സരം പൂർത്തിയായിരിക്കുന്നു. ബോയ്സ് വിഭാഗത്തിൽ എങ്ങനെയായിരിക്കും ആ മത്സരത്തിന്റെ ഒരു ഗതി? ആരൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും സിജു, കനത്ത മത്സരം തന്നെയായിരിക്കും, പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടാവുക. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളത്തിന്റെ ഒരു ഏരിയയാണ് ഇത്. ആ എറണാകുളത്തിന് വെല്ലുവിളി ഉയർത്തുക എന്ന് തന്നെയാണ് അറിയാനുള്ളത്.
നേരത്തെ ട്രാക്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതുൽ കൃഷ്ണയാണ് തൃശ്ശൂരിൻ്റെ ഒന്നാമത്തെ ട്രാക്കിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ കൊല്ലത്തിൻ്റെ ആബിദ് സഫർ നിൽക്കുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ മുഹമ്മദ് നിയാസ് CN പാലക്കാട്. നാലാമത്തെ ട്രാക്കിൽ നീരജ് BA കൊല്ലം. ഒപ്പം തന്നെ മലപ്പുറത്തിൻ്റെ ശ്രീരാഗ്. അഞ്ചാം ട്രാക്കിൽ. ആറാം ട്രാക്കിൽ തഞ്ചം അലക്ഷൻ സിംഗ് എറണാകുളം. ഒപ്പം തന്നെ അഭിനവ് PK എറണാകുളം ഏഴാം ട്രാക്കിൽ. എട്ടാം ട്രാക്കിൽ ബാബുരാജ് K വയനാട് നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ എറണാകുളത്തിൻ്റെ ഒരു കുതിപ്പ് അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ഒരു പോരാട്ടം തന്നെയായിരിക്കും നമുക്കിതിൽ കാണാൻ കഴിയുക. എറണാകുളം മുന്നോട്ട് വരുമോ എന്നുള്ളത്. കാരണം ആദ്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടത് ജസ്നയായിരുന്നു കോഴിക്കോടിൻ്റെ ഒന്നാം സ്ഥാനത്തെത്തിയത്. എൽഗയായിരുന്നു കോഴിക്കോടിൻ്റെ ആധിപത്യമായിരുന്നു. ഫസ്റ്റ് ഗേൾസ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു സബ് ജൂനിയർ ബോയ്സിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു പോരാട്ടം തന്നെ എറണാകുളത്തിൻ്റെ ഭാഗത്തുണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മത്സരം ആരംഭിക്കും. ട്രാക്ക് ലിസ്റ്റ് ഇങ്ങനെയാണ്. അതുൽ കൃഷ്ണ VS തൃശ്ശൂർ ഒന്നാമത്തെ ട്രാക്ക്, ഒന്നാമത്തെ ലൈനിൽ. രണ്ടാം ലൈനിൽ ആബിദ് സഫർ കൊല്ലം. മൂന്നാമത്തെ ലൈനിൽ മുഹമ്മദ് നിയാസ് CN പാലക്കാട്. നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ നീരജ് BA കൊല്ലം. അഞ്ചാമത്തെ ലൈനിൽ ശ്രീരാഗ് T മലപ്പുറം. ആറാം ലൈനിൽ തങ്ജൻ അലക്ഷൻ സിംഗ് എറണാകുളം. ഏഴാമത്തെ ലൈനിൽ അഭിനവ് PK എറണാകുളം. അപ്പം തന്നെ എട്ടാം ലൈനിൽ ബാബുരാജ് K വയനാട് നിൽക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാക്ക് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഏതായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ മത്സരം സ്റ്റാർട്ടിംഗ് ലൈനിൽ താരങ്ങൾ അണിനിരന്ന് കഴിഞ്ഞു. ഇനി ആ ഒരു വെടിവെച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗരാജിനെ അറിയാൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ആരംഭിച്ചു കഴിഞ്ഞു. സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ആരംഭിച്ചിരിക്കുന്നത്. മത്സരം അതിൻ്റെ അവസാന സോമി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു താരമാണ് മലപ്പുറത്തിൻ്റെ ശ്രീരാഗ് ടി ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു ഫലവുമായി അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, തീർച്ചയായും വളരെ ആവേശകരമായ ഒരുപക്ഷെ റെക്കോർഡിൻ്റെ സാധ്യതകൾ കൂടി നമുക്ക് ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ശ്രീരാഗ് ടി ആണ്, മലപ്പുറത്തിൻ്റെ ശ്രീരാഗ് ടി ആണ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നത്. മറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അലക്ഷൻ സിംഗ് ഒരുപക്ഷെ ഒരു നേരിയ അട്ടിമറി അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷിംഗ് എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരാം. ഒരുപക്ഷെ അതിൻ്റെ റിസൾട്ടിൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് നോക്കുമ്പോൾ ശ്രീരാഗ് ടിയിലേക്ക് തന്നെയാണെങ്കിലും ഫോട്ടോ ഫിനിഷിലേക്കുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ സാധ്യതകൾ കൂടി ആരാതിരിക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ കൂടിയായിരിക്കണം ഒരുപക്ഷെ റിസൾട്ട് പരിഗണിക്കേണ്ടത്. എന്തായാലും ശ്രീരാഗ് തന്നെയാണ് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ശ്രീരാഗിന് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിജു, സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ വളരെ ശക്തമായ മത്സരമാണ് നടന്നത്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ ശ്രീരാഗ് ടി ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിലെ വേഗമേറിയ താരമായി ശ്രീരാഗ് ടി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തിൻ്റെ തങ്കം അലക്ഷൻ സിംഗ് രണ്ടാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും അതിൻ്റെ കൃത്യമായ വളരെ ശക്തമായ ഒരു മത്സരമായിരുന്നു സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ നടന്നത്. സോമി, 100 മീറ്റർ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ഉഷ സ്കൂളിലെ എൽഗ തോമസ് ആണ് വിജയിച്ചിരിക്കുന്നത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയുടെ ശ്രീരാഗാണ് വിജയിച്ചിരിക്കുന്നത്.